ഈ പുണ്യ റമദാൻ മാസത്തിൽ ഈ പൊന്നു മോനെ ഒന്ന് ചേർത്ത് പിടിക്കണേ. അസ്സലാമലൈക്കും. ഇത് ഞങ്ങളുടെ മോനാണ്. ഈ ഒരു മോന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞങ്ങളെ കയ്യിൽ സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വീണ്ടും വരുന്നത്. ഞങ്ങളൊരു അവസ്ഥ എങ്ങനെയാണ്, ഈ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. നല്ല മോനായി തന്നതാണ്, ഈ ഒരു അവസ്ഥയിലായതാണ്. ഈ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നല്ല ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ സഹായം വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. വളരെ വിഷമത്തിലാണ് പറയുന്നത്. നിങ്ങളത് തട്ടിക്കളയരുത്. ഇതിനൊന്ന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നല്ല മോനാണ്. നിങ്ങൾ കാണുന്നില്ലേ, അവൻ ജീവിതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികമാണ് ഞങ്ങൾക്കൊരു വഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ വീണ്ടും വന്ന് കൈ നിൽക്കുന്നത്. നിങ്ങളത് സ്വീകരിക്കണം. ഇത് ഞങ്ങളുടെ മോനാണ്. 6-ാം മാസത്തിൽ കാർഡിയാക് അറസ്റ്റ് വന്നതാണ്. 4 തവണ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് എല്ലാ അവയവങ്ങളും ഡാമേജായി. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷമാണ് മോൻ ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ 6 വയസ്സാവാറായി. ഇനി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരാഗ്രഹം. ഒന്ന് ഈ ട്യൂബും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിട്ട് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഞങ്ങൾക്ക്. നല്ലൊരു മക്കളെ പോലെ കണ്ടിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എല്ലാ മക്കളെയും പോലെ കളിയും ചിരിയൊക്കെ ആയിട്ടുള്ള ഒരു മോനായിട്ട് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. സഹായിക്കണം. ഇന്ന് ഉമ്മ പാബിസ് മോന് പാല് കൊടുക്കാണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ഞൊന്ന് പൊട്ടിപ്പോയി. ഒരു പൈപ്പിലൂടെ പാലിങ്ങനെ കൊടുത്തു. ഞാൻ ഉമ്മാട് ചോദിച്ചു, എന്നും ഇങ്ങനെ തന്നെയാണോ മോനക്ക് ഇങ്ങനെ പാല് കൊടുക്കാറ്? 1 മണിക്കൂർ നേരത്തിന് ഈ പൊന്നുമോനെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റും തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. അതിനൊരു മനക്കരുത്ത് വേണം. അത് പടച്ച റബ്ബ് ചില ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്തൊരു ഉപ്പി ഉമ്മ കേട്ടോ അത്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കൊരു അസുഖം വന്നാൽ തന്നെ എനിക്ക് കയ്യും കാലൊക്കെ കുഴയും. പടച്ചോനെ പടിഞ്ഞ് വിളിക്കാത്ത പടച്ചോനും ഉണ്ടാവില്ല, നേർച്ചയാക്കാത്ത പള്ളികളും ഉണ്ടാവില്ല. ആ ഒരു സ്ഥാനത്ത് 6 വർഷമായില്ലേ പ്രിയപ്പെട്ടവരെ. ഈ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മാനസികാവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവരെത്രമാത്രം സങ്കടത്തിലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ പറയാൻ എന്താ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടല്ലോ. ഈ പൈസ ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവരുടെ അടുത്തൊരു പൈസ ഇല്ല. ഇനി പൈസ കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു മോനല്ലേ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിസ്സഹായാവസ്ഥയാണ്. ഒരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാ. ഒന്നുകൂടി സഹായിക്കണേ. ഈ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ ഒന്ന് സഹായിക്കണേ. കളിയാക്കണവരും പരിഹസിക്കണവരൊക്കെ നാളെ അല്ല അവർക്ക് ഉള്ള ശിക്ഷ അവർക്ക് കൊടുത്തോളും. അതിപ്പോൾ ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങളൊന്ന് സഹായിക്കുക പ്രിയപ്പെട്ടവരെ. ഒരുപാട് കാരുണ്യ മനസ്സുകളില്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ. നമ്മുടെ മക്കൾ പുത്തനുടുപ്പുകളൊക്കെ ഇട്ട് അവിടേക്കും ഇവിടേക്ക് കോടി നടന്ന് അടുത്തുള്ള വീടുകളിലൊക്കെ പോയി കളിക്കും രസിക്കും ഒക്കെ ചെയ്യും അല്ലേ. 6 വയസ്സായില്ലേ. ഇന്ന് എൻ്റെ മോനുണ്ട് ഒരു 7 വയസ്സായത്. അവന് സ്കൂളിൽ പോകണം, അവൻ്റെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ മോൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ദിനം നിന്നിട്ടില്ല. അപ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാവും. ഈ വീട്ടിൽ വേറെ 3 മക്കളുണ്ട്. ആ മക്കൾ എല്ലാ കാര്യങ്ങളും അവരെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ ഒരു മോനക്ക് പറ്റിയിട്ടില്ലല്ലോ. ഫുൾ സമയം ഉപ്പി ഉമ്മി ഈ മോനെ നോക്കിയിരിക്കുക. ഇതിൽ കൂടുതലൊരു ശിക്ഷ ഇനി പടച്ചോൻ ഒരു മാതാപിതാക്കൾക്ക് കൊടുക്കല്ലേ എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളത്. ഞാൻ അവിടെ വന്നു തുടങ്ങിയ കാലം കണ്ടു തുടങ്ങിയതല്ലേ ഈ ഉപ്പാനും ഉമ്മാനും. ഒന്ന് സഹായിക്കണേ പ്രിയപ്പെട്ടവർ. നമ്മുടെ മക്കളെ പോലെ കണ്ട് നമ്മളെ മോനാണെന്ന് വിചാരിച്ചിട്ട് ഈ റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നിങ്ങൾ ഈ ഫാബിസ് മോനെ ഒന്ന് സഹായിക്കണേ, ഒന്ന് ഏറ്റെടുക്കണേ. അവനെ യാചിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ, കൈകൂപ്പി യാചിക്കുകയാണ്. ഒന്ന് സഹായിക്കണേ.